കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. Hello everyone, welcome to IGNO Focus 5.0 IGNO മുൻകാല ചോദ്യ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് സെഷൻ ആണ് നമ്മൾ ഇന്ന് കണ്ടക്ട് ചെയ്യുന്നത്. സോ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് BA ഹിസ്റ്ററി ഫസ്റ്റ് ഇയറിലെ കോർ പേപ്പർ ആയ VHIC 103 ഹിസ്റ്ററി ഓഫ് ഇന്ത്യ സെക്കൻഡ് എന്ന പേപ്പറിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ആണ്. VHIC 103 എന്ന ഈ പേപ്പറിനെ ടോട്ടൽ 4 ബ്ലോക്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഈ 4 ബ്ലോക്സിലും കൂടി ആയിട്ട് ടോട്ടൽ 18 യൂണിറ്റ്സ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. സോ ഇനി വളരെ കുറച്ച് സമയം മാത്രമാണ് എക്സാമിന് വേണ്ടി നമ്മളുടെ മുന്നിലുള്ളത്. ഈ ഒരു സമയത്തിന് നിങ്ങളുടെ പ്രിപ്പറേഷൻ വളരെ എഫക്റ്റീവ് ആയിട്ടും സ്മാർട്ടായിട്ടും മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സെഷൻ ആയിരിക്കും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് എന്നുള്ളത്. സോ ഇവിടെ നമ്മൾ ഇഗ്നോ പല സെഷൻസിലായിട്ട് നടത്തിയിട്ടുള്ള ടേം ആൻഡ് എക്സാമിനേഷൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇൻഡെപ്ത് ആയി അനലൈസ് ചെയ്തുകൊണ്ട് ഇത്തവണ ഡിസംബർ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, ഏതൊക്കെ ഏരിയയിലാണ് ഇനി കൂടുതൽ നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത്, ഏതൊക്കെ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്, ഓരോ ക്വസ്റ്റ്യനും എത്രത്തോളം ആൻസർ നമ്മൾ എഴുതണം, ഇത്തരം കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഈ ഒരു സെഷനിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് സെഷനിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമ്മൾ ഡോക്യുമെന്റ് റോഡ് മാപ്പ് ആണ് നടത്തുന്നത്. അതായത് ഈ ഒരു സെഷനിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ആദ്യം തന്നെ നമ്മൾ സിലബസ് മാപ്പിംഗ് ആണ് നടത്തുന്നത്. നമ്മൾ ഈ ഒരു പേപ്പറിനെ 4 ബ്ലോക്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. 4 ബ്ലോക്സിലും കൂടി ആയിട്ട് ഏകദേശം 18ഓളം യൂണിറ്റ്സും വരുന്നുണ്ട്. ഈ ഓരോ യൂണിറ്റ്സിലും ഡിഫറെന്റ് ടോപ്പിക്സും ഉണ്ട്. സോ ഓരോ യൂണിറ്റിലെയും ഓരോ ടോപ്പിക്കും എത്രത്തോളം റെലവെന്റ് ആണ്, അതിൽ ഹൈ റെലവെന്റ് ആയിട്ട് വരുന്ന ടോപ്പിക്സ് ഉണ്ടാവാം, മീഡിയം റെലവെന്റ് ആയിട്ട് വരുന്ന ടോപ്പിക്സ് ഉണ്ടാവാം, ലോ റെലവെന്റ് ആയിട്ട് വരുന്ന ടോപ്പിക്സും ഉണ്ടാവാം. സോ ഇവിടെ ഒരു ടോപ്പിക്ക് എത്രത്തോളം റെലവെന്റ് ആണ് എന്ന് നമ്മൾ കണക്കാക്കുന്നത് ആ ടോപ്പിക്കിൽ നിന്നും എത്ര തവണ എക്സാമിന് ക്വസ്റ്റ്യൻ വന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. സോ ഇത്തരം കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ ഒരു സിലബസ് മാപ്പിംഗിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിനുശേഷം എക്സാം പാറ്റേൺ അനാലിസിസ് ആണ്. എക്സാമിന് ഏതൊക്കെ ഫോർമാറ്റിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്, സെക്ഷനിങ് എങ്ങനെയൊക്കെയാണ്, മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്, ഓരോ ക്വസ്റ്റ്യനും നമ്മൾ എത്രത്തോളം ആൻസേഴ്സ് എഴുതണം, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു എക്സാം പാറ്റേൺ അനാലിസിസിൽ ഡിസ്കസ് ചെയ്യുക. ദെൻ റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് റിവ്യൂ, നിരന്തരം റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, അങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പം റിപ്പീറ്റ് ചെയ്ത് സാധാരണയായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ദെൻ ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഇത്തവണ ഡിസംബർ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ടോപ്പിക് ഏതൊക്കെയാണ്, ഇനി നിങ്ങൾ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ട ടോപ്പിക്സ് ഏതൊക്കെയാണ്, ഹൈ പ്രയോറിറ്റി കൊടുക്കേണ്ട ടോപ്പിക് ഏതാണ്, മീഡിയം പ്രയോറിറ്റി കൊടുക്കേണ്ട ടോപ്പിക് ഏതാണ്, ലോ പ്രയോറിറ്റി കൊടുക്കേണ്ട ടോപ്പിക് ഏതൊക്കെയാണ്, ഈ ടോപ്പിക്സിനെ നിങ്ങൾ ഏത് രീതിയിൽ പഠിക്കണം എന്നുള്ളതും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യും. ദെൻ മോക്ക് പ്രെഡിക്റ്റീവ് പേപ്പർ, ഈ പ്രോബബിലിറ്റിയുടെ അടിസ്ഥാനത്തിൽ ഒരു മോക്ക് പ്രെഡിക്റ്റീവ് പേപ്പർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇഗ്നോ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അതേ പാറ്റേണിൽ തന്നെ അതേ ടൈമും സ്കോറും വെച്ചുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ആൻഡ് ദെൻ മോഡൽ ആൻസേഴ്സ് ആൻഡ് മാർക്കിംഗ് സ്കീം, ഈ മോക്ക് പ്രെഡിക്റ്റീവ് പേപ്പറിന്റെ ആൻസേഴ്സ് നിങ്ങൾക്ക് ലേൺവൈസ് ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. സോ ഓരോ ക്വസ്റ്റ്യൻസും ഏത് രീതിയിൽ എഴുതണം, എത്രത്തോളം എഴുതണം, ഏതൊക്കെ കീ പോയിന്റ്സ് അതിൽ ഇൻക്ലൂഡ് ചെയ്യിക്കണം എന്നുള്ളതിന്റെ ഒരു മാതൃക നിങ്ങൾക്ക് ഈ ഒരു PYQUA അൾട്ടിമേറ്റ് അനാലിസിസ് എന്നുള്ള ഒരു ഫോൾഡറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ നെക്സ്റ്റ് മെത്തഡോളജിയിലേക്ക് വരുമ്പം നമ്മളിവിടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ഗൈഡ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. സോ ഇതിലൂടെ നിങ്ങൾക്ക്
ഇത്തവണ എക്സാമിന് നിങ്ങൾ തീർച്ചയായിട്ടും, അതായത് ഒഴിച്ചുകൂടാനാവാത്ത ചില ടോപ്പിക്സ് ഉണ്ട്, അതായത് നിർബന്ധമായിട്ടും കവർ ചെയ്യേണ്ട ചില ടോപ്പിക്സ് ഉണ്ട്. അപ്പൊ അത്തരം ടോപ്പിക്സ് ഏതൊക്കെയാണ്, ആ ടോപ്പിക്സിനെ നിങ്ങൾ എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം, നിങ്ങൾ കൃത്യമായിട്ട് ഈ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ എക്സാം വളരെ കോൺഫിഡന്റ് ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും എന്നുള്ളതാണ്. സോ ഇതാണ് നമ്മുടെ ഒരു മെത്തഡോളജി എന്നുള്ളത്. നമുക്ക് സിലബസ് മാപ്പിംഗിലേക്ക് കിടക്കാം. സിലബസ് മാപ്പിംഗ് ബൈ ബ്ലോക്സ്, യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ് വിത്ത് എക്സാം റെലവൻസ്. ഇവിടെ നമ്മൾ ഓരോ ടോപ്പിക്കും എത്രത്തോളം റെലവെന്റ് ആണ് എന്നുള്ളതാണ് പരിശോധിക്കുന്നത്. നമ്മൾ ഓരോ ടോപ്പിക്സും എത്രത്തോളം റെലവെന്റ് ആണ് എന്ന് നിശ്ചയിക്കുന്നത് ആ ടോപ്പിക്കിൽ നിന്നും എത്ര തവണ എക്സാമിന് ചോദ്യങ്ങൾ വന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. ഒരു ടോപ്പിക് ഹൈ റെലവെന്റ് ആണ് എന്ന് പറയുമ്പോൾ ആ ടോപ്പിക്കിൽ നിന്നും എക്സാമിന് 10 അല്ലെങ്കിൽ അതിൽ കൂടുതലോ തവണ ക്വസ്റ്റ്യൻ വന്നിരിക്കണം. ഇനി മീഡിയം റെലവെന്റ് ആണ് എന്ന് പറയണമെങ്കിൽ 5 അല്ലെങ്കിൽ 5 to 9 ടൈംസ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെങ്കിൽ മീഡിയം റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. ഇനി 5ൽ കുറവ് തവണ മാത്രമേ എക്സാമിന് ചോദ്യങ്ങൾ വന്നു എങ്കിൽ ലോ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. നമുക്ക് ഓരോ ടോപ്പിക്കും എത്രത്തോളം റെലവെന്റ് ആണ് എന്നുള്ളത് നോക്കാം. ഇപ്പൊ ബ്ലോക്ക് 1 ഇന്ത്യ 200 BC to 300 CE ടോട്ടല് 5 യൂണിറ്റ് ആണ് വരുന്നത്. അതിൽ ഫസ്റ്റ് യൂണിറ്റിൽ നിന്നുള്ള ഷുങ്കാസ്, ഇൻഡോ ഗ്രീക്സ്, കുഷനാസ് എന്നുള്ളത് ഹൈ റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. 11 തവണ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. ദെൻ യൂണിറ്റ് 2 ശതവാഹനാസ്, പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളത് ഹൈ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. 10 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ദെൻ യൂണിറ്റ് 3 ഏർലി സ്റ്റേറ്റ് ഫോർമേഷൻ ഇൻ ഡെക്കാൻ ആൻഡ് തമിഴകം എന്നുള്ളതും ഹൈ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. 12 തവണ എക്സാമിന് വന്നിട്ടുണ്ട്. യൂണിറ്റ് 4 നിന്നുള്ള അഗ്രാരിയൻ സെറ്റിൽമെന്റ്സ് തിണൈ സിസ്റ്റം എന്നുള്ളതും മീഡിയം റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. 9 തവണ എക്സാമിന് വന്നിട്ടുണ്ട്. യൂണിറ്റ് 5 ട്രേഡ് ആൻഡ് അർബനൈസേഷൻ 200 BC to 300 CE എന്നുള്ളത് ഹൈ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. 13 തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഈ ബ്ലോക്ക് 2 വരുമ്പോൾ ഗുപ്താസ് ആൻഡ് പോസ്റ്റ് ഗുപ്ത സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി എന്നുള്ളതാണ് ബ്ലോക്കിന്റെ പേര്. അതിൽ ടോട്ടല് 4 യൂണിറ്റ്സ് ആണ് വരുന്നത്. യൂണിറ്റ് 6 ഗുപ്ത പൊളൈറ്റി, അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഇക്കോണമി എന്നുള്ള ടോപ്പിക് ഹൈ റെലവെന്റ് ആണ്. 11 തവണ എക്സാമിന് വന്നിട്ടുണ്ട്. യൂണിറ്റ് 7 പോസ്റ്റ് ഗുപ്ത കിങ്ഡംസ് മീഡിയം റെലവെന്റ് ആണ്. 7 തവണ എക്സാമിന് വന്നിട്ടുണ്ട്. യൂണിറ്റ് 8 ഹർഷ ആൻഡ് റൈസ് ഓഫ് കനൗജ് എന്നുള്ളത് മീഡിയം റെലവെന്റ് ആണ്. 8 തവണ എക്സാമിന് വന്നിട്ടുണ്ട്. യൂണിറ്റ് 9 ഡെക്കാൻ ആൻഡ് സൗത്ത് കിങ്ഡംസ്, ചാലുക്യാസ്, പല്ലവാസ്, പാണ്ഡ്യാസ് എന്നുള്ളത് മീഡിയം റെലവെന്റ് ആണ്. 6 തവണ എക്സാമിന് വന്നിട്ടുണ്ട്. ഇനി ബ്ലോക്ക് 3 ട്രാൻസിഷൻ ടു ഏർലി മിഡീവൽ ഇന്ത്യ, ഇതിലും 4 യൂണിറ്റ്സ് ആണ് വരുന്നത്. യൂണിറ്റ് 10 ഡീക്ലൈൻ ആൻഡ് റിവൈവൽ ഓഫ് ട്രേഡ് ആൻഡ് അർബനൈസേഷൻ എന്നുള്ള ടോപ്പിക് ഹൈ റെലവെന്റ് ആണ്. 10 തവണ എക്സാമിന് വന്നിട്ടുണ്ട്. യൂണിറ്റ് 11 സ്റ്റാറ്റസ് ഓഫ് വിമൻ 300 BC to 800 CE എന്നുള്ളത് ഹൈ റെലവെന്റ് ആണ്. 12 തവണ എക്സാമിന് വന്നിട്ടുണ്ട്. യൂണിറ്റ് 12 ക്രാഫ്റ്റ്സ് ആൻഡ് ക്രാഫ്റ്റ് പേഴ്സൺസ്, ഓർഗനൈസേഷൻ ആൻഡ് റൂറൽ അർബൻ കോൺട്രാസ്റ്റ് എന്നുള്ളത് മീഡിയം റെലവെന്റ് ആണ്. 9 തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ദെൻ യൂണിറ്റ് 13 ഖുറാനിക് ഹിന്ദുയിസം, ഭക്തി, താന്ത്രിസം എന്നുള്ളത് ഹൈ റെലവെന്റ് ആണ്. 10 തവണയാണ് എക്സാമിന് വന്നിട്ടുള്ളത്. ദെൻ ലാസ്റ്റ് ബ്ലോക്ക് 4 കൾച്ചറൽ ഡെവലപ്മെന്റ്സ്, ഇതിൽ ടോട്ടൽ 5 യൂണിറ്റ്സ് ആണ് വരുന്നത്. യൂണിറ്റ് 14 നിന്നുള്ള ലിറ്ററേച്ചർ, എപ്പിക്സ്, പുരാണാസ്, പ്രാകൃത് ആൻഡ് പാലി എന്നുള്ളത് മീഡിയം റെലവെന്റ് ആണ്. 8 തവണ എക്സാമിന് വന്നിട്ടുണ്ട്. യൂണിറ്റ് 15 സ്കൾപ്ചർ ആൻഡ് ആർക്കിടെക്ചർ, പോസ്റ്റ് മൗര്യൻ ടു ചാലുക്യൻ എന്നുള്ളത് മീഡിയം റെലവെന്റ് ആണ്. 9 തവണ എക്സാമിന് വന്നിട്ടുണ്ട്. യൂണിറ്റ് 16 സയൻസ് ആൻഡ് ടെക്നോളജി, ആസ്ട്രോണമി, മെറ്റലർജി, ഹൈഡ്രോളിക്സ് എന്നുള്ളത് മീഡിയം റെലവെന്റ് ആണ്. 7 തവണ എക്സാമിന് വന്നിട്ടുണ്ട്. യൂണിറ്റ് 17 എക്കോണമി ആൻഡ് ട്രേഡ്, പോസ്റ്റ് മൗര്യൻ ടു പോസ്റ്റ് ഗുപ്ത ഹൈ റെലവെന്റ് ആണ്. 10 തവണ എക്സാമിന് വന്നിട്ടുണ്ട്. യൂണിറ്റ് 18 എൻവയോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് വാട്ടർ റിസോഴ്സസ് എന്നുള്ളതും മീഡിയം റെലവെന്റ് ആണ്. 5 തവണയാണ് എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. ഇതിന്റെ തന്നെ ഒരു ബാർ ചാർട്ട് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എക്സ് ആക്സിസിലായിട്ട് നിങ്ങൾക്ക് ബ്ലോക്സും വൈ ആക്സിസിലായിട്ട് ഈ ബ്ലോക്സിൽ നിന്നും വന്നിട്ടുള്ള ടോട്ടൽ ക്വസ്റ്റ്യൻസിന്റെ ഒരു കൗണ്ടും കാണാൻ പറ്റും.
സോ ഇവിടെ നമുക്ക് കാണാം ബ്ലോക്ക് 1-ൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. ബ്ലോക്ക് 1 കഴിഞ്ഞാൽ പിന്നെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് ബ്ലോക്ക് 3 ആൻഡ് ബ്ലോക്ക് 4-ൽ നിന്നുമാണ്. താരതമ്യേന കുറച്ച് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് ബ്ലോക്ക് 2-ൽ നിന്നാണ്. എന്നിരുന്നാലും എല്ലാ ബ്ലോക്സിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ 2021 മുതൽ 2025 വരെ നടന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് കേട്ടോ ഓരോ ബ്ലോക്സിൽ നിന്നും എത്രത്തോളം ക്വസ്റ്റ്യൻസ് വന്നു എന്നുള്ളത് നമ്മളിവിടെ കൊടുത്തത്. ഇതിന്റെ തന്നെ ഒരു ഹീറ്റ് മാപ്പ് റെപ്രസെന്റേഷൻ ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് നിങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കേണ്ട അല്ലെങ്കിൽ കവർ ചെയ്തിരിക്കേണ്ട 3 ഹൈ ഈൽഡ് ടോപ്പിക്സ് ഉണ്ട്. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ ട്രേഡ് ആൻഡ് അർബനൈസേഷൻ 200 BC to 300 CE ആൻഡ് ഏർലി മിഡീവൽ. 13 തവണ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ട്രേഡ് ആൻഡ് അർബനൈസേഷൻ എന്നുള്ളത്. സോ ഇവിടെ നിങ്ങൾ ഫോക്കസ് കൊടുക്കേണ്ടത് ട്രേഡ് എങ്ങനെയാണ് സിറ്റീസിനെ ഷേപ്പ് ചെയ്തിട്ടുള്ളത്, അതായത് സിറ്റീസിന്റെ ഗ്രോത്തിനെ ട്രേഡ് എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ദെൻ ട്രേഡ് സൊസൈറ്റിയിൽ ഒരു എക്കോണമിക്കലിയും അതുപോലെ തന്നെ കൾച്ചറലിയും എങ്ങനെയാണ് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സൊസൈറ്റീസിനെ എക്കോണമിക്കലിയും കൾച്ചറലിയും ഉള്ള ഒരു കണക്ട് ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പ് ഓരോ കാലഘട്ടത്തിലും എങ്ങനെയായിരുന്നു എന്നുള്ളതും നിങ്ങൾ ഇവിടെ ഫോക്കസ് കൊടുക്കണം. ഇപ്പൊ ഫസ്റ്റ് ടോപ്പിക് ട്രേഡ് ആൻഡ് അർബനൈസേഷൻ ആണ്. ദെൻ നെക്സ്റ്റ് വൺ തമിഴകം ആൻഡ് സ്റ്റേറ്റ് ഫോർമേഷൻ ഇൻ സൗത്ത് ഇന്ത്യ. 12 തവണ ചോദിച്ചിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. അപ്പം നോർത്തേൺ ഇന്ത്യയിലെ മേജറായിട്ട് വരുന്ന പവേഴ്സിന് പുറമെ ഉണ്ടായിട്ടുള്ള ഒരു ഏർലി സ്റ്റേറ്റിന്റെയും റീജിയണൽ പവേഴ്സിന്റെയും ഒക്കെ ഫോർമേഷൻ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് ഇവിടെ പ്രധാനമായിട്ടും നിങ്ങൾ ഫോക്കസ് കൊടുക്കേണ്ടത്. ദെൻ തേർഡ് വൺ സ്റ്റാറ്റസ് ഓഫ് വിമൻ 300 BC to 800 CE. ഇവിടെ ഡയറക്റ്റ് ആയിട്ട് നമ്മളോട് വിമന്റെ സ്റ്റാറ്റസ് എന്തായിരുന്നു എന്നുള്ള തരത്തിൽ ക്വസ്റ്റ്യൻസ് വരില്ല. പിന്നെ എങ്ങനെയാണ് വരിക? ഒരു ബിഗ് ആയിട്ടുള്ള സോഷ്യൽ ട്രാൻസ്ഫോർമേഷനെ ലിങ്ക് ചെയ്തുകൊണ്ടായിരിക്കാം ഈ ഒരു സ്റ്റാറ്റസ് ഓഫ് വിമണിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. എക്സാമ്പിൾ ആയിട്ട് ഗുപ്ത പീരിയഡിൽ അല്ലെങ്കിൽ ഗുപ്ത സൊസൈറ്റി ഒരു പാട്രിയാർക്കിക്കൽ സൊസൈറ്റി ആയിരുന്നോ എന്ന് ചോദിക്കാം. അപ്പൊ നമ്മൾ അവിടെ എന്ത് എഴുതണം? അവിടെ സ്റ്റാറ്റസ് ഓഫ് വിമൻ എന്തായിരുന്നു എന്നുള്ളൊരു കാര്യം നമ്മൾ എഴുതണം. അപ്പൊ ആ രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരാം. ഈ സെയിം ടോപ്പിക്കിനെ തന്നെ സ്റ്റാറ്റസ് ഓഫ് വിമനെ തന്നെ പല വിധത്തിൽ ചോദിക്കാം. അപ്പം എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാലും ഒരു സ്റ്റാറ്റസ് ഓഫ് വിമൻ എന്നുള്ള ടോപ്പിക് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാമെങ്കിൽ അത് ഏത് രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇപ്പം ഏൻഷ്യൻ ഇന്ത്യ എന്നുള്ളതിൽ ചോദിക്കുകയാണെങ്കിലും ഇനി ഗുപ്ത പീരിയഡിന്റെ കേസിൽ ചോദിക്കുകയാണെങ്കിലും ഒക്കെ എന്താക്കാം ആ ഒരു സ്റ്റാറ്റസ് ഓഫ് വിമൻ എങ്ങനെയായിരുന്നു എന്നുള്ളത് കൃത്യമായിട്ട് അറിയാമെങ്കിൽ അത് നിങ്ങൾക്ക് എഴുതാൻ പറ്റും എന്നുള്ളതാണ്. സ്റ്റാറ്റസ് ഓഫ് വിമൻ ഹൈലി ഇമ്പോർട്ടന്റ് ആണ്. 12 തവണ ഈ ഒരു ചോദ്യം പല സെഷൻസിലായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ടോപ്പിക് കണ്ടിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ കോംപ്രഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് ആണ്. ഡിസംബർ 2021 മുതൽ ജൂൺ 2025 വരെ നടന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ സാധാരണയായിട്ട് ഏത് ടൈപ്പിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ ഫസ്റ്റത്തെ ഒരു ഫോർമാറ്റ് എസ്സേ ടൈപ്പ് ആണ്. 20 മാർക്കിന്റെ ലോങ് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ആദ്യത്തെ ഒരു ഫോർമാറ്റ്. അത് പൊതുവെ 350 to 450 വേർഡ്സിലാണ് നിങ്ങൾ എഴുതി കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു ടൈപ്പ് ഷോർട്ട് നോട്ട്സ് ആണ്. ടോട്ടൽ നമുക്ക് 4 ഓപ്ഷൻസ് ആയിരിക്കും ഉണ്ടാവുക. അതിൽ നിന്ന് 2 ഓപ്ഷൻസ് ആണ് നമ്മൾ ഷോർട്ട് നോട്ട് ആയിട്ട് എഴുതേണ്ടത്. ഓരോ ഷോർട്ട് നോട്ടിനും 10 മാർക്ക് വീതമായിരിക്കും ഉണ്ടാവുക. 180 to 220 വേർഡ്സിലായിരിക്കണം ഷോർട്ട് നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിനും ഷോർട്ട് നോട്ട്സും നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. ദെൻ അടുത്തൊരു ടൈപ്പ് എന്ന് പറയുന്നത് കേസ് സ്റ്റഡി ഓർ സോഴ്സ് അനാലിസിസ് ആണ്. ഇതുവരെയും നമ്മളുടെ സെഷൻസിലൊന്നും ഈ ഒരു പാറ്റേണിൽ ക്വസ്റ്റ്യൻ കണ്ടിട്ടില്ല. ദെൻ ഒബ്ജക്റ്റീവ് MCQ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സും നമ്മുടെ ഹിസ്റ്ററി പേപ്പറിൽ ഈ സെഷൻസിലായിട്ടൊന്നും കണ്ടിട്ടില്ല. ദെൻ ടോപ്പ് 4 ഫ്രീക്വന്റ് ഫോർമാറ്റ്സ്. ഇപ്പം ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കുറച്ച് ഫോർമാറ്റുകളാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ എസ്സേ ടൈപ്പ് തന്നെയാണ്. 400 വേർഡ്സിലാണ് എസ്സേ എഴുതേണ്ടത്. 20 മാർക്ക് ആയിരിക്കും ഉണ്ടാവുക. അപ്പം ഒരു എസ്സേ നമ്മൾ എഴുതുന്ന സമയത്ത് നമ്മൾ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം? ഇപ്പം നമ്മുടെ ആൻസേഴ്സ് എക്സാമിനർ നോക്കുന്ന സമയത്ത് അദ്ദേഹം അതിൽ എന്തൊക്കെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്? ഫസ്റ്റ് വൺ, ആ ഒരു കാര്യത്തെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടോ? ആ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ളത് അവർ ടെസ്റ്റ് ചെയ്യും.
ദെൻ ഒരു കാര്യത്തെ അനലൈസ് ചെയ്യാനുള്ള നിങ്ങളുടെ എബിലിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് ടെസ്റ്റ് ചെയ്യും. ദെൻ ഏതൊരു കാലഘട്ടത്തിലാണ് അത് നടന്നിട്ടുള്ളത്, അതിന്റെ ഒരു പീരിയഡും അതിന്റെ ഡേറ്റും നിങ്ങൾ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടോ എന്നുള്ളത് അവർ ചെക്ക് ചെയ്യും. ദെൻ കാര്യത്തെ നിങ്ങൾക്ക് ഇന്റർപ്രറ്റ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ടോ എന്നുള്ളൊരു കാര്യം കൂടി ചെക്ക് ചെയ്യുന്നതാണ്. അപ്പൊ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് വേണം എസ്സേ എഴുതാൻ. ദെൻ രണ്ടാമത്തത് ഷോർട്ട് നോട്ട്സ് ആണ്. 200 വേർഡ്സ് 180 to 220 വേർഡ്സിലായിരിക്കണം ഷോർട്ട് നോട്ട്സ് എഴുതേണ്ടത്. ഓരോ ഷോർട്ട് നോട്ടിനും 10 മാർക്ക് വീതമായിരിക്കും ഉണ്ടാവുക. അപ്പം ഈ ഷോർട്ട് നോട്ട്സിലെ കാര്യങ്ങൾ വലിച്ചു നീട്ടി എഴുതാതെ അവർ കൃത്യമായിട്ട് പ്രിസൈസ് ആയിട്ട് ആ ഒരു കാര്യം എന്താണോ എന്നുള്ളത് ക്ലിയർ ആയിട്ട് എഴുതാം. ദെൻ അതിനെ സബ് ടോപ്പിക്കുകൾ കൊടുത്തിട്ട് വളരെ ക്ലിയറോട് കൂടിയിട്ട് എഴുതുക എന്നുള്ളതാണ് ഷോർട്ട് നോട്ട്സിൽ. ദെൻ നെക്സ്റ്റ് കമ്പാരറ്റീവ് ഓർ തീമാറ്റിക് എസ്സേ എന്നുള്ളതാണ്. സോ ഇവിടെ നിങ്ങൾ ഡിഫറെന്റ് ആയിട്ടുള്ള പീരീഡോ അല്ലെങ്കിൽ തീംസോ കമ്പയർ ചെയ്ത് എഴുതുക എന്നുള്ളതാണ്. എക്സാമ്പിൾ ആയിട്ട് ഇപ്പം ട്രേഡ് ആൻഡ് അർബനൈസേഷൻ അക്രോസ് പീരിയഡ്സ്. അക്രോസ് പീരിയഡ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ട്രേഡ് ആൻഡ് അർബനൈസേഷൻ അക്രോസ് മൗര്യൻ, ഗുപ്ത, ഏർലി മിഡീവൽ പീരീഡ് എടുക്കാം. അപ്പം ഈ ഓരോ പീരിയഡ്സിലെയും കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ കണക്ട് ചെയ്തിട്ട് എഴുതണം. അതോടൊപ്പം തന്നെ ഈ ഒരു അർബൻ ഗ്രോത്തിനെ കുറിച്ചിട്ടുള്ള ഹിസ്റ്റോറിയൻസിന്റെ ഇന്റർപ്രിട്ടേഷൻ എന്തായിരുന്നു എന്നുള്ളതും നിങ്ങൾ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യണം. ആ ഒരു ടൈപ്പാണ് കമ്പാരറ്റീവ് എസ്സേസ് എന്ന് പറയുന്നത്. അപ്പം ഇത് എല്ലാ സെഷൻസിലും അങ്ങനെ ചോദിച്ചിട്ടില്ല, ഒക്കേഷണലി ആണ് ഈ ഒരു പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. ദെൻ ഫോർത്ത് വൺ ഡിസ്ക്രിപ്റ്റീവ് സോഴ്സ് ലിങ്ക്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രൈമറി സോഴ്സിനെ അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു പ്രൈമറി സോഴ്സ് ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഹുവാൻസാങ്ങിന്റെ ഹർഷ സിന്ധിയെ കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ ഡിസ്ക്രിപ്ഷന്, അങ്ങനെയുള്ള പ്രൈമറി സോഴ്സിനെ നിങ്ങൾ അനലൈസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഡിസ്ക്രിപ്റ്റീവ് സോഴ്സ് ലിങ്ക്ഡ് ക്വസ്റ്റ്യൻസ് എന്നുള്ളത്. ഇത് വളരെ റെയർ ആയിട്ടാണ് ചോദിക്കാറുള്ളത്. ഇനി നമ്മൾ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ് നോക്കുന്നത്. 2021 മുതൽ 2025 വരെയുള്ള എക്സാമുകളിൽ ഓരോ ബ്ലോക്കിൽ നിന്നും എത്രത്തോളം മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ബ്ലോക്ക് 1നെ നോക്കുകയാണെങ്കിൽ ഏകദേശം 33% മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ബ്ലോക്ക് 1ൽ നിന്നും വന്നിട്ടുള്ളത്. ബ്ലോക്ക് 2 ഗുപ്ത ആൻഡ് പോസ്റ്റ് ഗുപ്ത സ്റ്റേറ്റിൽ നിന്നും 22% മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ദെൻ ബ്ലോക്ക് 3ൽ നിന്നും 27% മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വന്നത്. ബ്ലോക്ക് 4ൽ നിന്നും 18% മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സോ ഇവിടെ നമ്മൾ ബ്ലോക്ക് 1 നോക്കുമ്പോൾ 33% മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ബ്ലോക്ക് 3ൽ നിന്നും 27% മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇവിടെ കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന ബ്ലോക്ക് എന്ന് പറയുന്നത് ബ്ലോക്ക് 1 ആൻഡ് ബ്ലോക്ക് 3 ആണ്. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ, അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി PG MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന കോഴ്സുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്കിവിടെ കാണാം. ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയവരുടെയും അതുപോലെ തന്നെ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിലേക്ക് ചെല്ലുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കും. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. നെക്സ്റ്റ് നമ്മൾ ട്രെൻഡ് വിഷ്വലൈസേഷൻ. ഇവിടെ നമ്മളുടെ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യനും ഷോർട്ട് നോട്ടിന്റെയും ആ ഒരു എത്രത്തോളം ഓരോ സെഷൻസിലും ചോദിച്ചിട്ടുണ്ട്, അതിന്റെ ആ ഒരു കൗണ്ട് കൂടാണോ കുറവാണോ ചെയ്തത് എന്നാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പം നമ്മളിവിടെ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നോക്കുന്ന സമയത്ത് അതിനൊരു ഡീക്ലൈനിങ് ആണ് അല്ലെ കാണാൻ പറ്റുന്നത്. ഡിസംബർ 2021 കൂടുതലാണ് എങ്കിൽ പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ ജൂൺ 2025 ആകുമ്പോൾ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യന് കുറച്ച് കുറയില്ല, ഒരു 10% അതിനൊരു കുറവ് വരുന്നുണ്ട്. പക്ഷെ ഷോർട്ട് നോട്ട് ഇത് കൂടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഡിസംബർ 2021 മുതൽ ജൂൺ 2025 വരെയുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഒരു കാര്യം ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ലോങ് ആൻസർ ടൈപ്പും ഷോർട്ട് നോട്ട്സും നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ സെഷൻസിലും കോമൺ ആയിട്ട് ചോദിക്കാറുണ്ട്. ലോങ് ആൻസേഴ്സ് ഒരു 10% കുറഞ്ഞു തന്നെ ഉള്ളൂ. നെക്സ്റ്റ് ഗ്രേറ്റർ ഫോക്കസ് ഓൺ തീമാറ്റിക് ലിങ്ക്സ്. അപ്പം ഈ ഒരു കാര്യം നമ്മൾ ഈ ഒരു പേപ്പേഴ്സ് അനലൈസ് ചെയ്യുന്ന സമയത്ത് ഇപ്പം 2023 ശേഷം പല പീരിയഡ്സും കമ്പൈൻ ചെയ്തിട്ടുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്.
ഇപ്പം എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഏർലി ഗുപ്ത വേഴ്സസ് പോസ്റ്റ് ഗുപ്ത ട്രേഡ് എന്നുള്ള രീതിയിൽ അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള പീരിയഡ്സിനെ കമ്പൈൻ ചെയ്തിട്ടുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട് 2023 ശേഷം. നെക്സ്റ്റ് കൾച്ചറൽ ഇന്റഗ്രേഷൻ ട്രെൻഡ്, ലിറ്ററേച്ചർ, ആർട്ട് ടോപ്പിക്സ് ഒക്കെ പല സെഷൻസിലും അതിനെ കമ്പൈൻ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും പല സെഷൻസിലും ചോദിക്കാനും തുടങ്ങിയിട്ടുണ്ട്. നെക്സ്റ്റ് പ്രിപ്പറേഷൻ ടിപ്പാണ് ടൈം മാനേജ്മെന്റ് സ്ട്രാറ്റജി. ടോട്ടൽ നമുക്ക് 100 മാർക്കിനായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുക. അതിൽ 3 ഹവറിലാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇപ്പം എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആവുമ്പോൾ നിങ്ങൾ ഒരു എസ്സേക്ക് 24 മിനിറ്റ് നിങ്ങൾ ഓരോ എസ്സേക്കും സ്പെൻഡ് ചെയ്യാന്നുള്ളതാണ്. നിങ്ങളൊരു 5 എസ്സേ ആണ് എഴുതുന്നത് എങ്കിൽ ഒരു 24 മിനിറ്റിൽ നിങ്ങൾ എന്താക്കാം ഓരോ എസ്സേയും കംപ്ലീറ്റ് ചെയ്യാം. ദെൻ ഷോർട്ട് നോട്ട് ആണ് എഴുതുന്നത് എങ്കിൽ ഓരോ ഷോർട്ട് നോട്ടിനും 15 മിനിറ്റ് വീതം വെക്കുക എന്നുള്ളതാണ്. ഒരു 2 ഷോർട്ട് നോട്ട് എഴുതാണെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറിനുള്ളിൽ 2 ഷോർട്ട് നോട്ടും കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ ഒരു 10 to 15 മിനിറ്റ്സിലാണ് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ, അതായത് ആൻസേഴ്സ് ഒക്കെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടോ, സബ് ഹെഡിങ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് ലാസ്റ്റ് ഒരു 10 to 15 മിനിറ്റ്സിലാണ്. നെക്സ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് അനാലിസിസ് ബൈ ബ്ലോക്സ്, യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ്. റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അടുത്തതായിട്ട് നോക്കുന്നത്. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യന് ഡിസ്കസ് ഓർ എക്സ്പ്ലെയിൻ ദ ഏർലി സ്റ്റേറ്റ് ഫോർമേഷൻ ഇൻ തമിഴകം. 6 തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത്തേത് ഡിസ്ക്രൈബ് ദ നേച്ചർ ആൻഡ് എക്സ്പാൻഷൻ ഓഫ് ട്രേഡ് ആൻഡ് അർബനൈസേഷൻ. 6 തവണയാണ് ചോദിച്ചത്. തേർഡ് വൺ എക്സാമിൻ ദ ഗുപ്ത അഡ്മിനിസ്ട്രേഷൻ ആൻഡ് പൊളൈറ്റി. 5 തവണയാണ് ചോദിച്ചത്. ദെൻ ഫോർത്ത് വൺ റൈറ്റ് എൻ എസ്സേ ഓൺ ദ സ്റ്റാറ്റസ് ഓഫ് വിമൻ. 5 തവണയാണ് ചോദിച്ചത്. ദെൻ ഫിഫ്ത്ത് വൺ ഡിസ്കസ് ദ കുഷനാസ് പൊളിറ്റിക്കൽ ഓർ കൾച്ചറൽ അച്ചീവ്മെന്റ്സ്. 5 തവണ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. ദെൻ സിക്സ്ത് വൺ ഡിസ്കസ് ദ എക്കണോമിക് ചേഞ്ചസ് ആൻഡ് ട്രേഡ് ഇൻ ദ പോസ്റ്റ് ഗുപ്ത പീരിയഡ്. 4 തവണയാണ് ചോദിച്ചത്. Then seventh one explain the Tinai concept and agrarian society in Tamiyagam. 4 തവണയാണ് ചോദിച്ചത്. Then eighth one write notes on Puranic Hinduism and Bhakti movement. 4 തവണയാണ് ചോദിച്ചത്. Then ninth one describe the organization of craft production in early medieval India. 4 തവണയാണ് ചോദിച്ചത്. Then 10th one evaluate Harsha's administration and the rise of Kanauj. 3 തവണയാണ് ഈ ഒരു ക്വസ്റ്റ്യന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ ഫ്രീക്വൻസി ടേബിൾ നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് 1 യൂണിറ്റ് 3 നിന്നുള്ള ഏർലി സ്റ്റേറ്റ് ഫോർമേഷൻ ഇൻ തമിഴകത്തിൽ നിന്നും ആവറേജ് മാർക്ക് 20 ആയിരുന്നു. 6 തവണയാണ് അപ്പിയർ ചെയ്തിട്ടുള്ളത്. ബ്ലോക്ക് 1 യൂണിറ്റ് 5 നിന്നുള്ള ട്രേഡ് ആൻഡ് അർബനൈസേഷൻ എന്നുള്ള ക്വസ്റ്റ്യനും ആവറേജ് മാർക്ക് 20 ആയിരുന്നു. 6 തവണയാണ് അപ്പിയർ ചെയ്തിട്ടുള്ളത്. ബ്ലോക്ക് 2 യൂണിറ്റ് 6 നിന്നുള്ള ഗുപ്ത അഡ്മിനിസ്ട്രേഷൻ ആൻഡ് പൊളൈറ്റി എന്നുള്ളത് ആവറേജ് മാർക്ക് 20 ആയിരുന്നു. 5 തവണയാണ് അപ്പിയർ ചെയ്തത്. ബ്ലോക്ക് 3 യൂണിറ്റ് 11 നിന്നുള്ള സ്റ്റാറ്റസ് ഓഫ് വിമൻ എന്നുള്ളത് ആവറേജ് മാർക്ക് 20 ആയിരുന്നു. 5 തവണയാണ് ചോദിച്ചത്. ബ്ലോക്ക് 1 യൂണിറ്റ് 1 നിന്നുള്ള കുഷനാസ് കൾച്ചറൽ മിലിറ്ററി അച്ചീവ്മെന്റ്സ് എന്നുള്ളത് 20 ആയിരുന്നു ആവറേജ് മാർക്ക്. 5 തവണയാണ് ചോദിച്ചത്. ദെൻ ബ്ലോക്ക് 3 യൂണിറ്റ് 10 നിന്നുള്ള പോസ്റ്റ് ഗുപ്ത എക്കോണമി ആൻഡ് ട്രേഡ് ഡീക്ലൈൻ എന്നുള്ളത് ആവറേജ് മാർക്ക് 20 ആയിരുന്നു. 4 തവണയാണ് ചോദിച്ചത്. ബ്ലോക്ക് 1 യൂണിറ്റ് 4 നിന്നുള്ള തിനൈ ആൻഡ് അഗ്രാരിയൻ സെറ്റിൽമെന്റ്സ് എന്നുള്ളത് ആവറേജ് മാർക്ക് 20 ആയിരുന്നു. 4 തവണയാണ് ചോദിച്ചത്. ദെൻ ബ്ലോക്ക് 3 യൂണിറ്റ് 13 നിന്നുള്ള പുരാണിക് ഹിന്ദുയിസം ആൻഡ് ഭക്തി എന്നുള്ളതിന് ആവറേജ് മാർക്ക് 20 ആയിരുന്നു. 4 തവണയാണ് ചോദിച്ചത്. ദെൻ ബ്ലോക്ക് 3 യൂണിറ്റ് 12 നിന്നുള്ള ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ ഓർഗനൈസേഷൻ എന്നുള്ളതിന്റെ ആവറേജ് മാർക്ക് 20 ആയിരുന്നു. 4 തവണയാണ് ചോദിച്ചത്. ഹർഷ ആൻഡ് കനൌജ് ബ്ലോക്ക് 2 യൂണിറ്റ് 8 നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 20 തന്നെയായിരുന്നു ആവറേജ് മാർക്ക്. 3 തവണയാണ് ചോദിച്ചത്. ഇതിന്റെ ഒരു വിഷ്വലൈസേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓരോ ടോപ്പിക്സിൽ നിന്നും റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ ഒരു വിഷ്വലൈസേഷൻ ആണ്. നെക്സ്റ്റ് നമ്മൾ സ്ട്രാറ്റജിക് അഡ്വൈസ് പാനലാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ നിങ്ങൾ ഏത് രീതിയിലായിരിക്കണം എക്സാമിന് ഓരോ ടോപ്പിക്കുകളും ഇപ്പം പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഫസ്റ്റ് വൺ ടൈംഡ് പ്രാക്ടീസ്. അപ്പൊ ഇവിടെ ഓരോ ടോപ്പ് 10 ക്വസ്റ്റ്യനും ഒരു 2 തവണയെങ്കിലും പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു 5 മിനിറ്റ്സിൽ ഔട്ട്ലൈൻ തയ്യാറാക്കി വെക്കുക. ദെൻ ഒരു 12 മിനിറ്റ്സിൽ എഴുതുക എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ കമ്പാരറ്റീവ് റിവ്യൂ ആണ്. ഇപ്പൊ ലിങ്ക് ചാർട്ടുകൾ ഉണ്ടാക്കി, എക്സാമ്പിൾ തമിഴകം, ട്രേഡ്, ഗുപ്ത, പൊളൈറ്റി അങ്ങനെ ലിങ്ക് ചെയ്തുകൊണ്ട് ചാർട്ട്സ് ഉണ്ടാക്കി വെക്കാം.
നെക്സ്റ്റ് വൺ എവിഡൻസ് ആങ്കറിംഗ് ആണ്. ഇൻസേർട്ട് വൺ പ്രൈമറി റെഫറൻസ് ഫോർ ഈച്ച് 20 മാർക്ക് ആൻസർ. ഒരു 20 മാർക്കിന്റെ ഒരു ആൻസറിന് നിങ്ങൾ അതിൽ മസ്റ്റ് ആയിട്ടും ഒരു പ്രൈമറി റെഫറൻസ് ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ്. എക്സാമ്പിൾ സംഘം ടെക്സ്റ്റ്, ഹുവാൻസാങ്ങിന്റെ അക്കൗണ്ട്, ഗുപ്ത ഇൻസ്ക്രിപ്ഷൻ, ഇങ്ങനെയുള്ള പ്രൈമറി എവിഡൻസ് പഠിച്ചു വെക്കുക. നെക്സ്റ്റ് ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രിഡിക്ഷൻ അനാലിസിസ് ആണ്. ഇവിടെ നമ്മൾ ബ്ലോക്ക് 1 യൂണിറ്റ് 3 നിന്നുള്ള ഏർലി സ്റ്റേറ്റ് ഫോർമേഷൻ ഇൻ തമിഴകം എന്നുള്ളത് മീഡിയം കാറ്റഗറിയിൽ വരുന്ന ഒരു ടോപ്പിക് ആണ്. 60% അതിന്റെ പ്രോബബിലിറ്റി. നമ്മൾ 10 പേപ്പർ എടുത്ത് നോക്കിയതിൽ 6 പേപ്പറിലും ഈ ഒരു ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യന് കാണാൻ പറ്റിയിട്ടുണ്ട്. ദെൻ യൂണിറ്റ് 5 നിന്നുള്ള ട്രേഡ് ആൻഡ് അർബനൈസേഷൻ എന്നുള്ളത് ഹൈ കാറ്റഗറിയിൽ വരുന്ന ഒരു ടോപ്പിക് ആണ്. 70% അതിന്റെ പ്രോബബിലിറ്റി. 7 സെഷൻസിലും ചോദിച്ചിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ഈ ഒരു ട്രേഡ് ആൻഡ് അർബനൈസേഷൻ എന്നുള്ളത്. ദെൻ യൂണിറ്റ് 4 തിണൈ ആൻഡ് അഗ്രാരിയൻ സൊസൈറ്റി എന്നുള്ളത് മീഡിയം കാറ്റഗറിയിൽ വരുന്ന ഒരു ടോപ്പിക് ആണ്. 40% അതിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഓരോ 2 വർഷവും ഈ ഒരു ടോപ്പിക്കിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ദെൻ യൂണിറ്റ് 1 കുഷനാസ് ആൻഡ് കൾച്ചറൽ അച്ചീവ്മെന്റ്സ് എന്നുള്ളത് മീഡിയം കാറ്റഗറിയിൽ വരുന്ന ഒരു ടോപ്പിക് ആണ്. 50% അതിന്റെ പ്രോബബിലിറ്റി. 5 തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. 2022 2024 ഈ ഒരു ടോപ്പിക്കിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ബ്ലോക്ക് 2 യൂണിറ്റ് 6 നിന്നുള്ള ഗുപ്ത അഡ്മിനിസ്ട്രേഷൻ ആൻഡ് എക്കോണമി എന്നുള്ളതും മീഡിയം കാറ്റഗറിയിൽ വരുന്ന 60% പ്രോബബിലിറ്റി ഉള്ള ഒരു ടോപ്പിക് ആണ്. 5 തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. പൊതുവെ എക്സ്പ്ലെയിൻ അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ആയിട്ടാണ് ഈ ഒരു ടോപ്പിക്കിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. ദെൻ ബ്ലോക്ക് 2 യൂണിറ്റ് 8 നിന്നുള്ള ഹർഷാസ് റൈസ് ഓഫ് കനൗജ് എന്നുള്ളത് മീഡിയം കാറ്റഗറിയിൽ വരുന്ന ഒരു ടോപ്പിക് ആണ്. 40% അതിന്റെ പ്രോബബിലിറ്റി. 2022 2024 2025 ഈ ഒരു ടോപ്പിക്കിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ദെൻ ബ്ലോക്ക് 3 യൂണിറ്റ് 10 നിന്നുള്ള പോസ്റ്റ് ഗുപ്ത ഇക്കോണമി ആൻഡ് ഡീക്ലൈൻ ഇൻ ട്രേഡ് എന്നുള്ളതും മീഡിയം കാറ്റഗറിയിൽ വരുന്ന 50% പ്രോബബിലിറ്റി ഉള്ള ഒരു ടോപ്പിക് ആണ്. ഒരു 4-5 പേപ്പറിൽ ഡീക്ലൈൻ റിവൈവൽ എന്നുള്ള രീതിയിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻസ് ലിങ്ക് ചെയ്തിട്ടാണ് ഈ ഒരു ടോപ്പിക്കിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ദെൻ ബ്ലോക്ക് 3 യൂണിറ്റ് 11 നിന്നുള്ള സ്റ്റാറ്റസ് ഓഫ് വിമൻ ഹൈ കാറ്റഗറിയിൽ വരുന്ന ടോപ്പിക് ആണ്. 70% സാധ്യതയുള്ള ഒരു ടോപ്പിക് ആണ്. ഒരു 6 to 7 പേപ്പേഴ്സിൽ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് കണ്ടിട്ടുള്ള ഒരു ടോപ്പിക് ആണ് സ്റ്റാറ്റസ് ഓഫ് വിമൻ എന്നുള്ളത്. ദെൻ യൂണിറ്റ് 12 ക്രാഫ്റ്റ് ആൻഡ് ക്രാഫ്റ്റ് പേഴ്സൺസ് മീഡിയം കാറ്റഗറിയിലാണ് വരുന്നത്. 50% അതിന്റെ പെർസെൻറ്റേജ്. 2022 മുതൽ 2025 വരെ പല സെഷൻസിലും ഈ ഒരു തീമിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതായത് ഈ ഒരു ടോപ്പിക്കിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ദെൻ യൂണിറ്റ് 13 പുരാണിക് ഹിന്ദുയിസം ആൻഡ് ഭക്തി മൂവ്മെന്റ് ഹൈ കാറ്റഗറിയിൽ വരുന്ന ഒരു ടോപ്പിക് ആണ്. 70% അതിന്റെ പ്രോബബിലിറ്റി. ഡിസംബർ 2021 ഡിസംബർ 2022 ഡിസംബർ 2024 ജൂൺ 2025 നിന്നൊക്കെ ഈ ഒരു ടോപ്പിക്കിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ദെൻ ബ്ലോക്ക് 4 യൂണിറ്റ് 14 നിന്നുള്ള എപ്പിക്സ് ആൻഡ് പുരാണാസ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ എന്നുള്ളത് മീഡിയം കാറ്റഗറിയിൽ നിന്നും വരുന്ന ടോപ്പിക് ആണ്. 40% അതിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. പുരാണാസ് തമിഴ് ലിറ്ററേച്ചറിനൊക്കെ മെൻഷൻ ചെയ്തുകൊണ്ട് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് പല സെഷൻസിലും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ദെൻ യൂണിറ്റ് 15 ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ പോസ്റ്റ് മൗര്യൻ ടു ചാലുക്യ എന്നുള്ളത് മീഡിയം കാറ്റഗറിയിലാണ് വരുന്നത്. 50% അതിന്റെ പ്രോബബിലിറ്റി. 2021 2023 2024 ഈ ഒരു ടോപ്പിക്കിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ദെൻ യൂണിറ്റ് 16 സയൻസ് ആൻഡ് ടെക്നോളജി ആസ്ട്രോണമി മെറ്റലർജി എന്നുള്ളത് ലോ കാറ്റഗറിയിലാണ് വരുന്നത്. 30% അതിന്റെ ഒരു പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. മൈനർ ആയിട്ട് ഫോക്കസ് കൊടുക്കേണ്ട ഒരു ടോപ്പിക് ആണ്. ദെൻ യൂണിറ്റ് 17 ട്രേഡ് ആൻഡ് ഇക്കോണമി പോസ്റ്റ് മൗര്യൻ ടു പോസ്റ്റ് ഗുപ്ത എന്നുള്ളത് മീഡിയം കാറ്റഗറിയിലാണ് വരുന്നത്. 60% അതിന്റെ പ്രോബബിലിറ്റി. യൂണിറ്റ് 5 ആൻഡ് യൂണിറ്റ് 10 ക്രോസ് ലിങ്ക് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. ദെൻ യൂണിറ്റ് 18 എൻവയോൺമെന്റ് ആൻഡ് വാട്ടർ റിസോഴ്സസ് എന്നുള്ളത് ലോ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. 20% അതിന്റെ പ്രോബബിലിറ്റി. 2023 2024 രണ്ടോ അല്ലെങ്കിൽ ഒന്നോ തവണ മാത്രമാണ് ആ ഒരു ടോപ്പിക്കിനെ മെൻഷൻ ചെയ്തുകൊണ്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മൾ
പ്രയോറിറ്റി സ്റ്റഡി ലിസ്റ്റ് ആൻഡ് സ്ട്രാറ്റജീസ് ആണ് നോക്കുന്നത്. ഇപ്പം ഹൈ പ്രയോറിറ്റിയിൽ വരുന്ന ടോപ്പിക്സ് ആണ് ആദ്യം നോക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ ട്രേഡ് ആൻഡ് അർബനൈസേഷൻ ആണ്. സെക്കൻഡ് വൺ സ്റ്റാറ്റസ് ഓഫ് വിമൻ ആണ്. തേർഡ് വൺ പുരാണിക് ഹിന്ദുയിസം ആൻഡ് ഭക്തി മൂവ്മെന്റ് ആണ്. അപ്പം ഇതിന് നമ്മൾ ഏത് രീതിയിലാണ് പഠിക്കേണ്ടത്? സോ ഇവിടെ പ്രാക്ടീസ് 20 മാർക്ക് എസ് അണ്ടർ 25 മിനിറ്റ്സ്, ഫോക്കസ് ഓൺ ക്രോണോളജി പ്ലസ് പ്രൈമറി സോഴ്സസ്. ഇപ്പം 20 മാർക്കിന്റെ ഈ എസ് എയിൽ നിങ്ങൾ 25 മിനിറ്റിൽ എസ് എ കംപ്ലീറ്റ് ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യുക, എഴുതി പരിശീലിക്കുക. അതിൽ ക്രോണോളജി കൂടുതലായിട്ട് ഫോക്കസ് കൊടുക്കുക, അതുപോലെ തന്നെ പ്രൈമറി സോഴ്സസിനും കൂടുതൽ ഫോക്കസ് കൊടുക്കുക. ദെൻ ക്രിയേറ്റ് കമ്പാരിറ്റീവ് ചാർട്ട്സ്. ഇപ്പം രണ്ട് പീരീഡ്സ് അല്ലെങ്കിൽ രണ്ടെണ്ണത്തിനെ തമ്മിൽ കമ്പയർ ചെയ്യുന്ന തരത്തിലുള്ള കമ്പാരിറ്റീവ് ചാർട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെക്കുക. Then use teach back method to recite core arguments from memory. ടീച്ച് ബാക്ക് മെത്തേഡ്സ് യൂസ് ചെയ്യാം. അതായത് ടീച്ച് ബാക്ക് മെത്തേഡ് എന്താണെന്ന് അറിയാലോ. ഇപ്പം നിങ്ങളുടെ മുന്നിൽ ഒരു സ്റ്റുഡന്റ് ആണ് ഇരിക്കുന്നത് എന്നുള്ള തരത്തിൽ നിങ്ങളൊരു ക്വസ്റ്റ്യൻ എന്താക്കാം, നിങ്ങൾ വിശദീകരിച്ചു കൊടുക്കുക. അതാണ് ടീച്ച് ബാക്ക് മെത്തേഡ്. ഇനി നമ്മൾ മീഡിയം പ്രയോറിറ്റി ടോപ്പിക്സിൽ നോക്കുമ്പോൾ മീഡിയം പ്രയോറിറ്റിയിൽ വരുന്നതാണ് തമിഴകം ഫോർമേഷൻ, ഗുപ്ത അഡ്മിനിസ്ട്രേഷൻ, ടിനൈ സിസ്റ്റം, ക്രാഫ്റ്റ് ഓർഗനൈസേഷൻ, ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ, പോസ്റ്റ് ഗുപ്ത എക്കോണമി, ട്രേഡ് കണ്ടിന്യൂറ്റീസ് എന്നുള്ളതൊക്കെ. അപ്പം ഈ മീഡിയം പ്രയോറിറ്റി ടോപ്പിക്സ് നിങ്ങൾ പഠിക്കേണ്ടത് റിവൈസ് കീ ടേംസ് വിത്ത് ഫ്ലാഷ് കാർഡ്സ്. അപ്പം കീ ടേംസ് എന്താക്കാം, നിങ്ങൾ ഫ്ലാഷ് കാർഡിൽ എഴുതി വെക്കുക, എന്നിട്ട് അത് റിവൈസ് ചെയ്യുക. എക്സാമ്പിൾ ടിനൈ, ഉർ, നഗരം എന്നുള്ള ടേംസ് ഒക്കെ. ദെൻ യൂസ് ഇഗ്നോ യൂണിറ്റ് ഹെഡിങ്സ് ടു സ്ട്രക്ചർ ആൻസേഴ്സ്. അപ്പം ആൻസർ എഴുതുന്ന സമയത്ത് നമ്മളുടെ സ്റ്റഡി മെറ്റീരിയലിൽ കൊടുത്തിട്ടുള്ള സബ് ഹെഡിങ്സ് യൂസ് ചെയ്യുക. ദെൻ ക്രോസ് മാപ്പ് ഇക്കണോമിക് തീംസ് ബിറ്റ്വീൻ ബ്ലോക്ക് 1 ആൻഡ് ബ്ലോക്ക് 3. ബ്ലോക്ക് 1-ൽ നിന്നും ബ്ലോക്ക് 3-ൽ നിന്നുള്ള എക്കണോമിക് തീംസിനെ ക്രോസ് മാപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം. ബ്ലോക്ക് 1 എന്ന് പറയുമ്പോൾ മൗര്യന്, ബ്ലോക്ക് 3 എന്ന് പറയുമ്പോൾ ഏർലി മീഡിയവൽ. അപ്പം ആ ഒരു രണ്ട് പീരിയഡിലെ എക്കണോമിക് തീംസ്, അവിടുത്തെ അഗ്രികൾച്ചർ അല്ലെങ്കിൽ ലാൻഡ് റവന്യൂ, മോണിറ്ററി സിസ്റ്റം, അർബനൈസേഷൻ, ക്രാഫ്റ്റ് ആൻഡ് ഇൻഡസ്ട്രി, ഇതൊക്കെ എന്താക്കാം നിങ്ങൾ കമ്പയർ ചെയ്തുകൊണ്ട് എന്ത് ട്രാൻസിഷൻ ആണ് വന്നിട്ടുള്ളതെന്ന് ക്രോസ് മാപ്പ് ചെയ്തുകൊണ്ട് അത് പഠിക്കാനുള്ളതാണ്. ദെൻ നെക്സ്റ്റ് ലോ പ്രയോറിറ്റി ടോപ്പിക്സ് ആണ് സയൻസ് ആൻഡ് ടെക്നോളജി, ആസ്ട്രോണമി, മെറ്റലർജി, എൻവയോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് വാട്ടർ റിസോഴ്സസ്. അതിന്റെ സ്റ്റഡി സ്ട്രാറ്റജി എന്ന് പറയുന്നത് ക്യുക്ക് റിവ്യൂ ഓഫ് ഫാക്ട്. ഇവിടെ സയൻസ് ടെക്നോളജി എന്ന് പറയുമ്പോൾ അതിൽ നെയിംസ്, ഇന്നോവേഷൻസ്, അതിന്റെ ക്രോണോളജി ഒക്കെ നിങ്ങൾ ഓർത്ത് വെക്കുക. ആൻഡ് പ്രിപ്പയർ 150 വേർഡ് നോട്ട് പെർ ടോപ്പിക് ഫോർ ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ. ഒരു 150 വേർഡ് നോട്ട് ഓരോ ടോപ്പിക്കിനും നിങ്ങൾ എഴുതി വെക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് നമ്മൾ ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നോക്കുന്നത്. BA ഹോണേഴ്സ് ഹിസ്റ്ററി BHIH ടേമിന് എക്സാമിനേഷൻ December 2025, BHIC 103 ഹിസ്റ്ററി ഓഫ് ഇന്ത്യ 2. ടൈം 3 hour ആണ്. മാക്സിമം മാർക്ക് 100 ആണ്. ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുള്ളത് attempt any 5 questions in about 400 words each. Attempt at least 2 questions from each section. All questions carry equal marks. 400 വേർഡ്സിലാണ് എഴുതേണ്ടത്. 5 ക്വസ്റ്റ്യൻസ് എഴുതണം. ഓരോ സെക്ഷനിൽ നിന്നും അറ്റ്ലീസ്റ്റ് 2 ക്വസ്റ്റ്യൻസ് എങ്കിലും എഴുതണം. ഇതാണ് ഇൻസ്ട്രക്ഷൻ. ഫസ്റ്റ് സെക്ഷനിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ, examine the process of political formation in the Deccan and Tamiyagam in the early historical period. In your answer, discuss the role of geography, settlement patterns, and chieftains in the emergence of early states. Second question, analyze the major features of trade and urban centers in the Indian subcontinent between 200 BC and 300 CE. How did inland routes, coastal ports, and commercial organization interact in shaping urbanization during this period? Third one, discuss the principal features of Gupta governance. How did administrative arrangements and political ideology influence the economy and the social structure under the Guptas? Then fourth short note ആണ്. 4 ടോപ്പിക്സ് തന്നിട്ടുണ്ട്, അതിൽ 2 എണ്ണമാണ് എഴുതേണ്ടത്. ആദ്യത്തെ ടോപ്പിക് ഇൻഡോ ഗ്രീക്ക് പ്രസൻസ് ആൻഡ് ഇറ്റ്സ് സിഗ്നിഫിക്കൻസ് ഫോർ നോർത്ത് വെസ്റ്റേൺ ഇന്ത്യ. സെക്കൻഡ്, ശക ഛത്രപാസ് ആൻഡ് ദ കൺസോളിഡേഷൻ ഓഫ് പവർ ഇൻ വെസ്റ്റേൺ ഇന്ത്യ. Then third one, expansion of agrarian settlements in the Deccan. Then fourth one, rise of the Chalukyas and Pallavas in peninsular India. Section 2-ലേക്ക് വരുമ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, evaluate the major economic transformations between the Gupta and the post-Gupta periods
with the special reference to land grants, trade networks, and the changing fortunes of urban centers. Then second one, discuss the status of women from 300 BC to 800 CE. In your answer, consider marriage practices, property rights, work participation, and regional variations. Third one, explain the main features of Puranic Hinduism and the Bhakti traditions in early India. How did these religious developments reshape social relations and patterns of worship? Then fourth one, write short notes and any two of the following in about 200 words each. First topic, organization of craft production in early medieval India. Second, literary cultures of early India with a special reference to Sanskrit and Tamil. Third one, developments in religious architecture from the post-Mauryan to the early medieval period. Fourth one, contributions of early Indian scholars to astronomy and mathematics. ഇതാണ് നമ്മളുടെ ഒരു predictive question paper. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ഓരോ ക്വസ്റ്റ്യൻസിന്റെയും മോഡൽ ആൻസേഴ്സ് നിങ്ങൾക്ക് ലേൺ വൈസിന്റെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. സോ അതെങ്ങനെയാണ് ഓരോ ആൻസേഴ്സും സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്, ഏതൊക്കെ പോയിന്റ്സ് ആണ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യുക, എന്നിട്ട് പ്രാക്ടീസ് ചെയ്യുക, നല്ല രീതിയിൽ തന്നെ എക്സാം അറ്റൻഡ് ചെയ്യുക. ഓക്കെ, ദാറ്റ്സ് ഓൾ. എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. നന്നായിട്ട് തന്നെ എക്സാം എഴുതാം. ഓക്കെ, താങ്ക് യു. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺ വൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.